ഈ കള്ള പൂച്ചകള് മനുഷ്യനെ സ്വൈരമായിട്ട് കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? സ്റ്റുഡൻസ്, സൈഫൈ സാറിന്റെ വ്യത്യസ്തമായ ഫോർമുലയാണിത്. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് സയൻസിന്റെ പുത്തൻ പുതിയ മാജിക്. എടാ ലക്ഷ്മണ, നമ്മുടെ ഈ സൈഫൈ സാറ് നമ്മളെ ഫിസിക്സ് പഠിപ്പിച്ച് എന്തൊക്കെയോ പുതുതായി കണ്ടെത്തുന്നുണ്ടല്ലേ? ഓക്കേ, ക്വസ്റ്റ്യൻ കോപ്പി ചെയ്തോളൂ. സാർ, ബ്ലാക്ക് ബോർഡ് എവിടെയാ ഉള്ളത്? അതായത് ഗ്രാവിറ്റി എല്ലാം താഴോട്ട് വലിക്കുകയാണല്ലോ. അത് മനസ്സിലായോ? മനസ്സിലായില്ലേ? പക്ഷെ സാറേ, ചില കേസസിൽ ഗ്രാവിറ്റിയുടെ എഫക്ട് എന്താ സംഭവിക്കാത്തത്? ഫോർ എക്സാമ്പിൾ, മാധവന്റെ ബുദ്ധി ഉണ്ടല്ലോ, അത് അതിന്റെ സ്ഥലത്ത് ഇരിക്കാറില്ല, എപ്പോഴും കാറ്റിൽ ഇങ്ങനെ പറന്ന് നടക്കല്ലേ. മുകളിലേക്ക് പോകാനുള്ള ഫോഴ്സ് ഗ്രാവിറ്റി ഫോഴ്സിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ മോർ, അപ്പോൾ ഫ്ലൈയിങ് സാധ്യമാണ്. ഏതാണ്ട് മൂണിലേക്ക് പോകുന്ന റോക്കറ്റ്. എന്റെ കൈവശം അതിന്റെ ഫോർമുലയുണ്ട്. എടാ ഗോപു, സൈഫൈ സാറിന്റെ ഫോർമുല വെച്ച് നമുക്കും ഒരു റോക്കറ്റ് ഉണ്ടാക്കാമടാ. എടാ, ഇതൊന്നും ദീപാവലിക്ക് പൊടിക്കുന്ന റോക്കറ്റ് അല്ല കേട്ടോ. ദീപാവലിയൊക്കെ നീ ആഘോഷിക്ക്, ഞങ്ങൾ ശരിക്കുള്ള റോക്കറ്റ് റെഡിയാക്കാൻ പോവാ. ഞങ്ങൾ ചന്ദ്രനിലേക്ക് പോവും, എന്നിട്ട് ഞങ്ങൾ അടിച്ചു പൊളിക്കുമടാ. നീ വേണമെങ്കിൽ നോക്കിക്കോ. എടാ, നിനക്കതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ നിന്നെക്കാളും ബെറ്റർ, ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ മൂണിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ എത്തിയിരിക്കുവടാ. നോ പ്രോബ്ലം. നേരത്തെ ചെന്നിട്ട് അവിടേക്കൊന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കി വെക്ക്. ഞങ്ങളൊന്ന് ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് അവിടെ എത്താന്നേ. ഇനിയിപ്പോ നമ്മളെ റോക്കറ്റ് റെഡിയാക്കിയേ പറ്റൂ. പക്ഷേ മൂണിലേക്ക് പോവാനുള്ള റോക്കറ്റിന്റെ ഫോർമുല അത് സാറിന്റെ കയ്യിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് എടുക്കുക? സൈഫൈ സാർ, സാർ നിങ്ങളല്ലേ പറഞ്ഞത് മൂണിലേക്ക് പോകുന്ന റോക്കറ്റിന്റെ ഫോർമുല നിങ്ങളുടെ കയ്യിലുണ്ടെന്ന്? നിങ്ങളത് പ്രിൻസിപ്പൽ സാറിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്നു പറഞ്ഞില്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞു. അത് ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? യെസ് സാർ. ഇന്നാ പിടിച്ച ഫയൽ സൂക്ഷിച്ചു കൊണ്ടുപോയി കൊടുത്തേക്ക്. ഇപ്പൊ ഫോർമുല പിന്നെ ഡ്രോയിങ്സിന്റെ കോപ്പി നമ്മുടെ കയ്യിലാടാ ഉള്ളത്. ഇതൊരിക്കലും ഗോപാലിന്റെ ലക്ഷ്മണന്റെ കയ്യിൽ ചെന്ന് എത്തരുത്. റോക്കറ്റ് നമ്മളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മൂണിലേക്ക് നമ്മൾ പോകാൻ പോകുന്നു. പിന്നീട് നമ്മളായിരിക്കും വേൾഡ് ഫേമസ് ആകാൻ പോകുന്നത്. ഈ ഹീറോയിൽ നിന്നിന് അവന്റെ കൂടെ ഒളിച്ചോടി പോയത്. വെച്ചിരിക്കുന്ന വസൂലി ബായ്, നോക്ക്, ഇപ്രാവശ്യം എന്തെങ്കിലും ചോദിച്ചു വാങ്ങാൻ വന്നിരുന്നെങ്കിൽ വേഗം വിട്ടോ, സ്ഥലം വിട്ടോ, യൂട്ടേൺ എടുത്തോ, അങ്ങനെ തന്നെ വെക്കോ. ഇവിടെ ഒന്നും കിട്ടില്ല. വസൂലി ബായ്, മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നിങ്ങൾ രാജാവാണ്, രാജാവ്. സത്യമായിട്ട് പറയാണ്. പിന്നെ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾ എടുത്തോട്ടെ. ശരി ശരി, പക്ഷെ ഒരു സാധനം മാത്രം എടുത്തോ. ഒരെണ്ണം മാത്രം വസൂലി ബായ്, ഓൺലി വൺ. ഒരൊറ്റ എണ്ണം മാത്രം കേട്ടോ. ഈ വയർ കേബിൾ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ വസൂലി ബായ്. എടുത്തോണ്ട് പോടേ. ഒരൊറ്റ സാധനം വസൂലി ബായ്, ഓൺലി വൺ. കൊണ്ടുവയ്ക്കോ. ഒരെണ്ണം മാത്രം എടുക്കാം കേട്ടോ. ഇന്നത്തെ ദിവസം നല്ല ഭാഗ്യമുള്ള ദിവസാ. ഈ ജോത്സ്യവും ജാതകവും ഒക്കെ കറക്റ്റാ. ഈ കുട്ടിച്ചാത്തമാർ എന്റെ കട മുഴുവൻ കൊണ്ടുപോയല്ലോ.
ഈ റോക്കറ്റിന്റെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾ ഈ റോക്കറ്റിലൂടെ 193,000 കിലോമീറ്റർ ട്രാവൽ ചെയ്യേണ്ടതായിരിക്കുന്നു. പക്ഷെ മൂണിന്റെ ദൂരം 385,000 കിലോമീറ്റേഴ്സ് അല്ലേ? ഓ എനിക്ക് തോന്നുന്നത് ഇതിൽ എന്തോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടടാ. നമുക്കിന്ന് രാത്രി ചന്ദ്രനിൽ ലാൻഡ് ചെയ്ത് അവിടെയുള്ള സ്റ്റാർസിനൊപ്പം സെൽഫി എടുക്കാമല്ലേ? ശ്ശേ, നമ്മുടെ അധ്വാനം മൊത്തം വേസ്റ്റ് ആയി പോയല്ലോടാ. എടാ ഈ പപ്പി എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? എടാ ഗോപു ഗോപു അത് പപ്പിയല്ല, അതൊരു അത് ഏലിയനാണ്. നമ്മുടെ സ്കൂളിൽ ഏലിയൻ എന്ത് ചെയ്യാ? അതായത് സ്കൂളിന്റെ പ്രസിഡന്റ് എന്ന ഗോൾഡ് മെഡൽ അടിച്ചോണ്ട് പോവാണ്. എടാ അത് നമ്മുടെ സ്കൂൾ മെഡല് ബാറ്ററി പോലെ ഉപയോഗിക്കുക. ലക്കി പറഞ്ഞത് ശരിയാ. അവൻ അങ്ങനെ നമ്മുടെ സ്കൂളിന്റെ മെഡൽ ഒന്നും എടുത്തോണ്ട് പോകാൻ പറ്റില്ല. ഈ കാര്യം പ്രിൻസിപ്പൽ സാർ എങ്ങനെ അറിയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിക്കും. അറിയോ? ഇല്ല, നമ്മൾ ആ മെഡൽ ഏലിയന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കൊണ്ട് വന്നേ പറ്റൂ. വാ ലക്ഷ്മണ, നമ്മുടെ റോക്കറ്റിൽ കയറി അവനങ്ങ് ഫോളോ ചെയ്തേക്കാം. ഞങ്ങളും വരുന്നു. പക്ഷെ ഗോപു അവൻ മൂന്നിന്റെ വശത്താണല്ലോ പോകുന്നത്. നമ്മൾ എങ്ങനെയാടാ ഫോളോ ചെയ്യുന്നേ? നമ്മുടെ റോക്കറ്റ് പകുതി ദൂരം വരെ പോകത്തുള്ളൂ. ചേട്ടാ ഞങ്ങളുടെ റോക്കറ്റും അങ്ങനെ തന്നെയാ. എന്ന് വെച്ചാൽ ഹാഫ് പ്ലസ് ഹാഫ് മൊത്തത്തിൽ 1. യെസ്, എല്ലാം കംപ്ലീറ്റ് ആയി. നമ്മൾ രണ്ടാളും മാത്രം ഒന്നിച്ചായാൽ പോരാ, നമ്മുടെ റോക്കറ്റും ഒന്നിച്ചാവണം. അവൻ ചന്ദ്രനിൽ റിലാക്സ് ആയി കിടന്ന് ഉറങ്ങുവാടാ. ലാൻഡിംഗ് ഇൻ 5, 4, 3, 2, 1. മെഡലിനെ അവൻ ബാറ്ററി സ്ലോട്ടിലാണ് വെച്ചിരിക്കുന്നത്. Come on.
ഇനി നമ്മൾ തിരിച്ചു പോവാനുള്ള ബാറ്ററി എവിടെ നിന്നും കിട്ടുവാടാ? നമ്മൾ ഇനി ജീവിതകാലം മുഴുവനും മൂണിൽ തന്നെ കിടക്കണമെന്നാ തോന്നുന്നത്. കണ്ടോടാ, സ്കൂളിന്റെ മെഡല് നമ്മൾ റോക്കറ്റിൽ വന്ന് വീണ്ടെടുത്തിരിക്കുകയാണ്. ഒന്നും മിണ്ടാതിരിക്കടാ. റോക്കറ്റ് നിർമ്മിക്കാനുള്ള ഐഡിയ ഞങ്ങളുടേത്. നീ ഞങ്ങളുടെ കയ്യിൽ നിന്നാ കോപ്പി അടിച്ചത്. എടാ, ഞങ്ങൾ ശരിക്കും മാർസിലേക്കുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കായിരുന്നു. മാർസടാ, ഇവന്മാര് ചീറ്റേഴ്സാ ഗോപു. മാർസിലേക്ക് പോവാൻ പ്ലാൻ ചെയ്തത് നമ്മളാണ്. ഞങ്ങളുടെയാടാ. അല്ല, ഞങ്ങളുടേതാണ്. പ്ലാൻ ചെയ്തത് ഞങ്ങളുടെയാന്ന് പറഞ്ഞില്ലേ? ഞങ്ങളുടേതാണ്.